നമസ്കാരം, പി കെ മീഡിയയുടെ സ്റ്റോറീസ് ചാനലിൽ പുതിയ വീഡിയോയിലേക്ക് അവർക്കും ഹൃദ്യമായ സ്വാഗതം. കീരിയുമായി ബന്ധപ്പെട്ട കഥകളാണ് ഈ വീഡിയോയിലൂടെ അവതരിപ്പിക്കുന്നത്. കീരി കാട്ടിലും നാട്ടിലും കാണുന്ന ഒരു ജീവിയാണ്. പാമ്പ്, എലി, അരണ, ഓന്ത്, പക്ഷികൾ, മുട്ട ഇവയൊക്കെയാണ് ഇവയുടെ പ്രധാന ആഹാരം. മനുഷ്യനുമായി നന്നായി ഇണങ്ങുന്ന ജീവിയാണ് കീരി. ഹെർപെസ്റ്റിഡേ എന്ന കുടുംബത്തിൽപ്പെട്ട ജീവിയാണ് കീരികൾ. 2 ഉപകുടുംബങ്ങളിലും 20 ജനുസുകളിലുമായി 34 തരം കീരികളാണ് ലോകത്താകമാനമുള്ളത്. ഏഷ്യ, യൂറോപ്പ്, ആഫ്രിക്ക എന്നീ ഭൂഖണ്ഡങ്ങളിൽ മാത്രമാണ് കീരികളുള്ളത്. ഇന്ത്യയിൽ ഹെർപിസ്റ്റസ് എന്ന ഒറ്റ ജനുസിൽപ്പെട്ട 6 ഇനം കീരികളാണുള്ളത്. ഇതിൽ 4 ഇനങ്ങളെ കേരളത്തിൽ കണ്ടുവരുന്നുണ്ട്. നാടൻ കീരി, തവിടൻ കീരി, ചുണയൻ കീരി, ചെങ്കീരി എന്നിവയാണ് ആ 4 ഇനങ്ങൾ. നാടൻ കീരിയുടെ കഥകൾ നോക്കാം. ഇന്ത്യൻ ഗ്രേ മംഗൂസ് എന്ന നാടൻ കീരിയാണ് നമ്മുടെ നാട്ടിൽ സാധാരണയായി കാണുന്ന പ്രമുഖ കീരി ഇനം. ഇന്ത്യയിൽ മിക്കവാറും ഭാഗങ്ങളിൽ കണ്ടുവരുന്ന കീരിയാണ് നാടൻ കീരി. ഇന്ത്യ കൂടാതെ അയൽ രാജ്യങ്ങളായ ശ്രീലങ്ക, ബംഗ്ലാദേശ്, മ്യാൻമാർ, ഭൂട്ടാൻ, നേപ്പാൾ, പാകിസ്ഥാൻ, സൗദി അറേബ്യ എന്നിവിടങ്ങളിലും ഇവയെ കാണാറുണ്ട്. നാടൻ കീരിയുടെ കാൽ കുറുകിയതും ഇരുണ്ട നിറത്തിലുള്ളതുമാണ്. ഒരു പൂച്ചയേക്കാൾ ചെറുതായ ഇവയുടെ തല മുതൽ വാലിൻ്റെ കടഭാഗം വരെ 36 തുടങ്ങി 45 സെൻറ്റിമീറ്റർ വരെ നീളമുണ്ടാകാറുണ്ട്. ഇവ 1.5 കിലോഗ്രാം വരെ ഭാരം വയ്ക്കാറുണ്ട്. മനുഷ്യവാസമുള്ള പ്രദേശങ്ങളോട് പൊരുത്തപ്പെട്ട് ജീവിക്കാൻ കഴിവുള്ള ഇവ യഥാർത്ഥത്തിൽ മിശ്രഭോജികളാണ്. പാമ്പുകളെ മാത്രമല്ല, എലികൾ, മറ്റു ചെറിയ സസ്തനികൾ, പക്ഷികളുടെ മുട്ട, തവളകൾ, ഷഡ്പദങ്ങൾ, പഴങ്ങൾ ഒക്കെ ഇവ കഴിക്കാറുണ്ട്. തരം കിട്ടിയാൽ മറ്റു ജീവികളുടെ മൃതദേഹവും കഴിക്കും. നാടൻ കീരികൾ എലികളെയും കീടങ്ങളെയും ഭക്ഷിക്കുന്നതുകൊണ്ട് കർഷകൻ്റെ മിത്രമെന്ന് വിളിക്കാറുണ്ട്. പ്രകൃത്യാ കീരികളില്ലാത്ത വെസ്റ്റ് ഇൻഡീസ്, ഫുജി, ഹവായ് തുടങ്ങിയ രാജ്യങ്ങളിൽ പാമ്പുകളെയും എലികളെയും ഒക്കെ തുരത്താൻ ഇവയെ കൊണ്ടുപോയി ഇറക്കുമതി ചെയ്തിട്ടുണ്ട്. എന്നാൽ ഗുണത്തേക്കാൾ ഏറെ ദോഷകരമായിട്ടാണ് സംഭവിച്ചത്. പകൽ നേരത്ത് ഉണർന്ന് പ്രവർത്തിക്കുന്നവരാണ് നാടൻ കീരികൾ. മിക്കവാറും ഒറ്റയ്ക്കാണ് ജീവിതമെങ്കിലും പ്രജനനകാലത്ത് ഇണകളായി കാണാറുണ്ട്. നിലത്താണ് പൊതുവെ ഇര തേടാറുള്ളത്. ഇവയെ ആക്രമിക്കാൻ ശ്രമിച്ചാൽ ചുരുണ്ടുകൂടി തല കാലിനും വാലിനും ഇടയിൽ വെച്ച് പന്ത് പോലെ ആയിത്തീരുന്നൊരു സ്വഭാവം കാണിക്കാറുണ്ട്. പരസ്പരം ആശയവിനിമയം നടത്താനായി പലതരം ശബ്ദങ്ങൾ ഇവ പുറപ്പെടുവിക്കാറുണ്ട്. മെയ്, ജൂൺ മാസങ്ങളിലും ഒക്ടോബർ, ഡിസംബർ മാസങ്ങളിലുമൊക്കെയാണ് ഇവയുടെ പ്രജനനകാലം. ഒരു പ്രസവത്തിൽ 2 മുതൽ 4 കുഞ്ഞുങ്ങൾ വരെ ഉണ്ടാകാറുണ്ട്. ജനിക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് കണ്ണ് മൂടിയ അവസ്ഥയിലായിരിക്കും, എങ്കിലും പെട്ടെന്ന് വളർന്ന് വലുതാകും. 6 മാസത്തോളം അമ്മയുടെ കൂടെ ചെലവഴിക്കുന്ന കുഞ്ഞ് 9 മാസം ആകുമ്പോഴേക്കും പ്രജനനത്തിന് സജ്ജമാകുന്നു. മുമ്പ് നാടൻ കീരികളെ പിടികൂടി വളർത്താറുണ്ടായിരുന്നു. ഇവയുടെ ഇറച്ചി ഭക്ഷണത്തിനായും രോമം ബ്രഷുകൾ ഉണ്ടാക്കുന്നതിനുമൊക്കെയായിട്ട് ഉപയോഗിച്ചിരുന്നു. 1972 വന്യജീവി സംരക്ഷണ നിയമപ്രകാരം നാടൻ കീരി ഉൾപ്പെടെയുള്ള വന്യജീവികളെ പിടിക്കുന്നതും അവയെ ഉപയോഗിച്ചുണ്ടാക്കുന്ന വസ്തുക്കൾ കൈവശം വയ്ക്കുന്നതും വിൽക്കുന്നതുമൊക്കെ കുറ്റകരമാണ്. പാകിസ്ഥാനിലെ ജോഗി വിഭാഗത്തിലുള്ളവരെ ഇവയെ എപ്പോഴും പിടിച്ച് മൂർഖൻ പാമ്പുകളുമായി പോര് മത്സരങ്ങൾ നടത്താറുണ്ട്. നാട്ടിൻപുറങ്ങളിലെയും നഗരങ്ങളിലെയും ജൈവ വൈവിധ്യ പരിപാലനത്തിൽ നിർണായകമായ പങ്ക് വഹിക്കുന്നവരാണ് നാടൻ കീരികൾ. അപൂർവമായി സ്വരക്ഷയ്ക്കായി ഇവ ആളുകളെ ആക്രമിക്കാറുണ്ടെങ്കിലും വലിയ പ്രശ്നക്കാരല്ല. നാടൻ കീരികളുടെ തലയും ഉടലും ചേർന്നുള്ള അത്രയും നീളം തന്നെ വാലിനും പൊതുവെ ഉണ്ടാകാറുണ്ട്. ആൺകീരികൾക്കാണ് പെൺകീരികളേക്കാൾ വലിപ്പം കൂടുതലുള്ളത്. പൊതുവെ ആയുസ് 7 വർഷമായിട്ട് കണക്കാക്കാമെങ്കിലും അപൂർവമായി 12 വർഷം വരെ ജീവിച്ചിരിക്കാറുണ്ട്. ചുണയൻ കീരികളുടെ കഥകൾ നോക്കാം. തെക്കേ ഇന്ത്യയിലെ കാടുകളിൽ കാണുന്ന വലിപ്പം കൂടിയ ഇനം കീരികളാണ് ചുണയൻ കീരികൾ. ചുണയൻ കീരികൾ നാടൻ കീരികളെപ്പോലെ തന്നെയാണെങ്കിലും വലിപ്പ കൂടുതലും വാലിൻ്റെ അഗ്രഭാഗത്തെ കറുപ്പും ഇവയെ നാടൻ കീരികളിൽ നിന്ന് തിരിച്ചറിയാൻ സഹായിക്കും. പന്തം പോലുള്ള നീണ്ട വാലിനും ശരീരത്തിൻ്റെ അതേ നിറമാണ്. എന്നാൽ വാലിൻ്റെ അഗ്രഭാഗത്ത് കറുത്ത നിറമാണ്. മാത്രമല്ല അഗ്രഭാഗം മേൽപോട്ട് ഉയർത്തി വയ്ക്കുന്ന ശീലവും ഇവയ്ക്കുണ്ടാകാറുണ്ട്. കാലുകൾ നാടൻ കീരിയെ അപേക്ഷിച്ച് നീളം കൂടിയതും കൂടുതൽ ഇരുണ്ട നിറമുള്ളതുമാണ്. വിരലുകൾക്കിടയിൽ തോലടിയുണ്ട്. 2 മുതൽ 3 കിലോഗ്രാം വരെ ഭാരം വയ്ക്കാറുണ്ട്. ഇന്ത്യൻ ഉപദ്വീപിലും
അയൽ രാജ്യങ്ങളായ ശ്രീലങ്കയിലും മാത്രമാണ് ഇവയെ കണ്ടുവരുന്നത്. ചുണയൻ ഗിരികൾക്ക് 3 ഉപ സ്പീഷീസുകളുണ്ട്. കേരളത്തിൽ ചിന്നാർ, പറമ്പിക്കുളം, വയനാട് എന്നിവിടങ്ങളിലെ കാടുകളിൽ നിന്നും ഇവയെ കണ്ടതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. മറ്റു ഗിരികളെപ്പോലെ ചുണയൻ ഗിരികളും മിശ്രഭോജികളാണ്. പ്രധാനമായും നിലത്താണ് ഇര തേടുന്നതെങ്കിലും വേണ്ടി വന്നാൽ മരം കയറാനും ഇവയ്ക്ക് സാധിക്കും. ആക്രമിക്കാൻ ശ്രമിച്ചാൽ ഇവർ വലിപ്പം കൂടുതൽ ഉള്ളതായി തോന്നിപ്പിക്കാൻ രോമം പൊന്തി വയ്ക്കാറുണ്ട്. നാടൻ ഗിരികളെപ്പോലെ ഇവയെയും രോമത്തിനും ഇറച്ചിക്കുമൊക്കെ വേണ്ടി മനുഷ്യർ വേട്ടയാടിയും കെണിവെച്ചുമൊക്കെ പിടിച്ചിരുന്നു. ചുണയൻ ഗിരിയെ വന്യജീവി സംരക്ഷണ നിയമത്തിൻ്റെ 2ാം പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. തവിടൻ ഗിരിയുടെ കഥകൾ നോക്കാം. തെക്കേ ഇന്ത്യൻ കുന്നുകളിലെ കാടുകളിൽ കാണപ്പെടുന്ന ഒരിനം കീരിയാണ് തവിടൻ കീരി. ഇവയുടെ ശരീരത്തിന് കടും തവിട്ട് നിറമാണ്. വലിപ്പം കൂടിയ ഇവയുടെ കാലുകൾ കറുപ്പ് നിറത്തിലുള്ളതാണ്. വാലിൽ കൂടുതൽ രോമങ്ങളുണ്ടാവുമെങ്കിലും കുറുത്ത് ക്രമമായി ചുരുങ്ങി വരുന്ന രൂപത്തിലുള്ളതായിരിക്കും. പിൻകാലുകൾക്ക് അടിവശത്തും രോമങ്ങളുണ്ടാവും എന്നത് ഇവരുടെ ഒരു പ്രത്യേകതയാണ്. തവിടൻ കീരികളുടെ 4 ഉപവിഭാഗങ്ങളാണ് ലോകത്തിലുള്ളത്. ശ്രീലങ്കയിൽ വളർത്തു കോഴികളെ പിടിച്ചു തിന്നുന്നതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. മറ്റുള്ള കീരികളെപ്പോലെ ഇവരും മിശ്രഭോജികളാണ്. നിലവിലുള്ള പഠനങ്ങൾ പ്രകാരം തവിടൻ കീരികൾ രാത്രി സഞ്ചാരികളാണ്. പൊതുവെ ഒറ്റയ്ക്കാണ് ഇവ ജീവിക്കാറുള്ളത്. നിലത്താണ് ഇര തേടുന്നത്. പ്രജനന സമയത്ത് ഇവർ പാറകൾക്കിടയിലോ വലിയ മരങ്ങൾക്കടിയിലോ മണ്ണിൽ മാളമുണ്ടാക്കുന്നു. ഒരു പ്രസവത്തിൽ 3 മുതൽ 4 കുഞ്ഞുങ്ങൾ വരെ ഉണ്ടാകും. പശ്ചിമഘട്ടത്തിൽ അപൂർവമായി ഇവയെ കാണാറുണ്ട്. വന്യജീവി സംരക്ഷണ നിയമത്തിൻ്റെ 2ാം പട്ടികയിൽ ഇവയെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അടുത്തത് ചെങ്കീരിയുടെ കഥകൾ നോക്കാം. കീരികളുടെ കൂട്ടത്തിലെ കിടിലന്മാരാണ് ചെങ്കീരികൾ. തെക്കേ ഇന്ത്യയിൽ പശ്ചിമഘട്ടത്തിലെ ഈർപ്പമുള്ള കാടുകളിലും ചതുപ്പ് പ്രദേശങ്ങളിലും കാണപ്പെടുന്ന ഇവരാണ് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിപ്പം കൂടിയ കീരികൾ. ചുവപ്പ് കലർന്ന ശരീരമുള്ള ഇവരുടെ ചെവി മുതൽ തോൾ വരെ വെള്ള അരികുകളുള്ള കറുത്ത വരകളുണ്ടാകും. നീളം കുറഞ്ഞ വാലിൻ്റെ അറ്റം കറുപ്പ് നിറമായിരിക്കും. ഞണ്ട് തൊട്ട് കൂരൻ പന്നി വരെ തിന്നുന്ന ഇവർക്ക് 3.5 കിലോ വരെ ഭാരമുണ്ടാകും. സിനിമയിലെ വില്ലന്മാർക്ക് ചെങ്കീരി എന്ന് ഇരട്ടപ്പേരുണ്ടാകാറുണ്ട്. അത് ഇവയുടെ പ്രാധാന്യമാണ് വ്യക്തമാക്കുന്നത്. കീരിയെക്കുറിച്ചുള്ള ഒരു പഴയ നാട്ടുകഥ നോക്കാം. പാമ്പുകളോടുള്ള മനുഷ്യൻ്റെ ഭയവും അവരെ കൊന്നു ഭക്ഷിക്കുന്ന കീരികളോടുള്ള ബഹുമാനവും പഞ്ചതന്ത്രം കഥയിലെ വിശ്വസ്തനായ കീരി മുതൽ റഡ്യാർഡ് കപ്ലിങ്ങിൻ്റെ റിക്കി ടിക്കി ടവ വരെ കാണാവുന്നതാണ്. റഡ്യാർഡ് കപ്ലിങ്ങിൻ്റെ ജംഗിൾ ബുക്ക് എന്ന പുസ്തകത്തിലെ രസികൻ കഥാപാത്രമായ കീരിയാണ് റിക്കി ടിക്കി ടാവി എന്നത്. നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന ഒരു കഥ ഇപ്രകാരമാണ്. പണ്ടൊരു ഗ്രാമത്തിലെ ഒരു വീട്ടിൽ ഒരു കീരിക്കുഞ്ഞിനെ ഇണക്കി വളർത്തിയിരുന്നു. ആ കീരിക്കുഞ്ഞ് വളർന്നു വന്നപ്പോൾ ആ വീട്ടിലെ ഒരംഗത്തെ പോലെയായി. എങ്കിലും കീരിയല്ലേ, എപ്പോഴെങ്കിലും ഇത് ആക്രമിക്കുമോ എന്ന ഭയം ചെറുതായി അവരുടെ ഉള്ളിലുണ്ടായിരുന്നു. ഒരിക്കൽ പായയിൽ കിടന്നു കളിച്ചുകൊണ്ടിരുന്ന ഓമന കുഞ്ഞിനെ വളർത്തുകീരിയെ നോക്കാൻ ഏൽപ്പിച്ചുകൊണ്ട് വിറക് ശേഖരിക്കാൻ വീട്ടമ്മ പോയി. വീട്ടിൽ മറ്റാരും ഉണ്ടായിരുന്നില്ല. ആ അമ്മ തിരിച്ചു വരുമ്പോൾ ദേഹമാസകലം ചോരയിൽ കുളിച്ചു നിൽക്കുന്ന കിരിയാണ് വിട്ടുപടിക്കൽ അവരെ സ്വീകരിച്ചത്. തൻ്റെ കുഞ്ഞിനെ കൊന്നു എന്ന ധാരണയിൽ നന്ദികെട്ട ക്രൂരനെന്ന് കരുതി വിറക് കെട്ട് ആ കിരിയുടെ ദേഹത്തിട്ട് അവർ അകത്തേക്കോടി. അകത്തു നോക്കിയപ്പോൾ പായയിൽ ഓമനമണിമുത്ത് കൊഞ്ചിച്ചിരിച്ച് കളിക്കുന്നു. അരികിൽ ഒരു മൂർഖൻ പാമ്പ് കഷ്ണങ്ങളായി ചത്തുകിടക്കുന്നു. തൻ്റെ കുഞ്ഞിനെ രക്ഷിച്ച കീരിയെ തെറ്റിദ്ധരിച്ച് കൊന്നുപോയതിൽ സങ്കടപ്പെടുന്ന ആ സ്ത്രീയുടെ കഥ വളരെ ഹിറ്റായിരുന്നു പണ്ടുകാലത്ത്. മഹാഭാരതത്തിലെ കീരിയുടെ കഥ നോക്കാം. ഒമ്പിച്ച ദാനങ്ങളോടെ അശ്വമേധയാഗം യുധിഷ്ഠിരനെ കളിയാക്കിയ ഒരു കീരിയെക്കുറിച്ചൊരു കഥ മഹാഭാരതത്തിലുണ്ട്. മഹാഭാരത യുദ്ധം അവസാനിച്ചു. യുധിഷ്ഠിരൻ ചക്രവർത്തിയായി. യുദ്ധത്തിൻ്റെ പാപപരിഹാരാർത്ഥം അതിഗംഭീരമായി അശ്വമേധം നടത്തി. അനേകായിരം ബ്രാഹ്മണർക്ക് ഭക്ഷണവും വസ്ത്രവും പശുക്കളും പണവുമൊക്കെ ദാനം ചെയ്തു. മനസമാധാനത്തോടെ തങ്ങളുടെ കുറ്റങ്ങളെല്ലാം തീർന്നു എന്ന് ആശ്വസിച്ച് പാണ്ഡവന്മാർ കൊട്ടാരമുറ്റത്ത് ഇരിക്കുകയാണ്. അനേകായിരം ബ്രാഹ്മണരെ പൂജിച്ച തീർത്ഥജലം മുറ്റത്ത് തളം കെട്ടി കിടക്കുകയാണ്. ആ തീർത്ഥജലത്തിലേക്ക് അപ്പോൾ ഒരു കീരി വന്നു. മെല്ലെ തീർത്ഥത്തിൽ മുങ്ങി കരയ്ക്ക് കയറി കീരി സ്വന്തം ശരീരം പരിശോധിച്ചു.
തൃപ്തിയില്ലാതെ വീണ്ടും ജലത്തിൽ മുങ്ങി. പല പ്രാവശ്യം പാണ്ഡവന്മാർ ഇത് കണ്ടപ്പോൾ കീരിയെ സമീപിച്ച് ഇതെന്താണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു. കീരി പറഞ്ഞു, നോക്കൂ, എൻ്റെ ശരീരത്തിൻ്റെ അടിഭാഗം സ്വർണ്ണ നിറമാണ്. ബാക്കി ശരീരഭാഗം കൂടി സ്വർണ്ണ നിറത്തിലാക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷേ കഷ്ടം സാധിക്കുന്നില്ല. അപ്പോൾ യുധിഷ്ഠിരൻ ചോദിച്ചു, അടിഭാഗം എങ്ങനെയാണ് സ്വർണ്ണ നിറമായത്? അപ്പോൾ കീരി പറഞ്ഞു, പണ്ടൊരിക്കൽ ഒരു ദരിദ്ര ബ്രാഹ്മണൻ തൻ്റെ ഭാര്യയോടൊപ്പം കഴിയുകയായിരുന്നു. ഒരു ദിവസം അവർക്ക് എവിടെ നിന്നോ ഒരു പിടി അരി ദാനമായി കിട്ടി. അന്നത്തെ ഭക്ഷണത്തിന് തികയില്ലെങ്കിലും അവരത് അടുപ്പത്ത് വെച്ച് ചോറാക്കി കഴിക്കാനിരുന്നപ്പോൾ മറ്റൊരു അതിഥി വന്നു കയറി. അയാളും ദാരിദ്ര്യം കൊണ്ട് വലഞ്ഞവനായിരുന്നു. ഉടനെ അവർ ഭക്ഷണത്തിൽ ഒരു പങ്ക് അദ്ദേഹത്തിന് നൽകി. അയാൾ കൈ കഴുകിയ വെള്ളത്തിലൂടെ ഞാൻ കടന്നുപോയപ്പോൾ എൻ്റെ അടിഭാഗം സ്വർണ്ണ നിറമായി. ഇത് പറഞ്ഞിട്ട് കീരി പുച്ഛത്തോടെ ആ പാണ്ഡവരെ നോക്കി. എന്നിട്ട് കീരി പറയുകയാണ്, ഇവിടെ അനേകായിരം ബ്രാഹ്മണർക്ക് വിഭവസമൃദ്ധമായ ഭക്ഷണവും ദക്ഷിണയും നൽകിയതാണല്ലോ. അവരുടെ കൈകാലുകൾ കഴുകിയ വെള്ളമാണല്ലോ തളം കെട്ടിക്കിടക്കുന്നത്. ഇതിൽ മുങ്ങിയാൽ എൻ്റെ ശരീരം മുഴുവൻ സ്വർണ്ണ നിറമാകുമെന്ന് കരുതി. പക്ഷേ കഷ്ടം, എന്തു ചെയ്യാം, ഒന്നും മാറിയില്ല എന്ന് പറഞ്ഞ് കീരി കാട്ടിലേക്ക് മടങ്ങി. പാണ്ഡവന്മാർ ലജ്ജിച്ചു എന്നും യുധിഷ്ഠിരൻ ലജ്ജിച്ച് തല താഴ്ത്തി എന്നുമൊക്കെയാണ് പറയുന്നത്. വിശ്വാസ സംബന്ധമായ കഥകളെ നോക്കാം. കീരികളെ പുരാതന കാലം മുതൽ മനുഷ്യർ വളർത്തുകയും ആരാധിക്കുകയൊക്കെ ചെയ്തിരുന്നു. ഈജിപ്തിലെ പിരമിഡുകളിൽ നിന്ന് കീരികളുടെ മമ്മി കണ്ടെത്തിയിട്ടുണ്ട്. അവരും കീരികളെ വളർത്തിയിരുന്നു എന്നതിൻ്റെ തെളിവാണത്. സമ്പത്തിൻ്റെ ദേവനായി ഇന്ത്യയിൽ ആരാധിച്ചു പോരുന്ന കുബേരൻ്റെ ഇടതു കൈയിൽ കീരിയാണുള്ളത്. അതിനാൽ കീരിയെ കാണുന്നത് ഐശ്വര്യം കൊണ്ടുവരും എന്ന വിശ്വാസം നിലനിന്നിരുന്നു. ഉത്തരേന്ത്യയിൽ ഇപ്പോഴും കീരി ആരാധിക്കുന്ന ചില ഗോത്രവിഭാഗങ്ങളുണ്ട്. കുബേരയുടെ കീരിയുടെ കഥ നോക്കാം. വൈശ്രവണ പുത്രനായ കുബേരൻ്റെ കയ്യിൽ ഒരു കീരി ഉള്ളതായാണ് പുരാണം. ദിവസവും അത് മുത്തും പവിഴവും തപ്പിപ്പോകും. അങ്ങനെ അതിൻ്റെ വായിലൂടെ ഇതൊക്കെ പുറത്തേക്ക് വിടുമത്രേ. അങ്ങനെയാണത്രേ കുബേരൻ സമ്പത്തിൻ്റെ ഉടമയായത്. കയ്യിലൊരു കീരിയെ വഹിച്ചു നിൽക്കുന്ന തരത്തിലാണ് കുബേര ഭഗവാനെ പലപ്പോഴും ചിത്രീകരിക്കാറുള്ളത്. ഇതൊരു സാധാരണ കീരിയല്ല, സ്വർണം കൊണ്ടാണ് ഈ കീരിയെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് വാതുറന്നാൽ വിലപിടിപ്പുള്ള രത്നക്കല്ലുകൾ പൊഴിക്കുമെന്നാണ് വിശ്വാസം. കീരിയും പാമ്പും കഥ നോക്കാം. ബദ്ധവൈരികൾ എന്ന് കേട്ടാൽ എല്ലാവരുടെയും മനസ്സിൽ ആദ്യം ഓടിയെത്തുന്നത് കീരിയും പാമ്പുമാകും. രണ്ടാളുകൾ തമ്മിലുള്ള ശത്രുതയുടെ തീവ്രത സൂചിപ്പിക്കാൻ പാമ്പും കീരിയും പോലെയാണ് എന്നതിലും മികച്ച ഒരു പ്രയോഗം മലയാളത്തിൽ അറിയില്ല. സത്യത്തിൽ കീരിക്ക് പാമ്പിനോട് പ്രത്യേക വൈരാഗ്യമൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ കീരിക്ക് പാമ്പിനെ കൊല്ലണമെന്ന വാശിയുമില്ല. വിശപ്പ് കലശലായില്ലെങ്കിൽ ഒരു പല്ലാപ്പിനും പോകാതെ ഒഴിഞ്ഞു പോവുകയാണ് കീരി ചെയ്യാറുള്ളത്. എന്നാൽ പാമ്പ് ആക്രമിക്കാൻ വരുന്നു എന്ന് വരുമ്പോൾ കീരി പ്രതികരിച്ചു എന്ന് വരും. കീരികൾക്ക് പാമ്പിറച്ചിയോട് പ്രത്യേക പ്രതിബദ്ധതയുള്ളതായി കണ്ടെത്തിയിട്ടില്ല. അത്യധികം ചലനശേഷിയുള്ളതുകൊണ്ട് കീരിക്ക് പാമ്പിനെ നേരിടാൻ എളുപ്പമാണ്. കളരി ഗുരുക്കന്മാരെ പോലെ തന്ത്രപരമായി മിന്നൽ വേഗതയിൽ ഒഴിഞ്ഞു മാറി ഉയർന്നു ചാടി പാമ്പിൻ്റെ തലയ്ക്ക് കടിക്കുവാനുള്ള മെയ്വഴക്ക അഭ്യാസങ്ങൾ അറിയാവുന്നതിനാലാണ് പാമ്പുകളെ കീരിക്ക് പെട്ടെന്ന് കീഴ്പ്പെടുത്താൻ കഴിയുന്നത്. പാമ്പിനെ നേരിടുന്ന സമയം അതിൻ്റെ രോമങ്ങൾ എഴുന്നു നിൽക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ പാമ്പ് കൊത്തിയാലും ശരീരത്തിൽ ഏൽക്കാൻ സാധ്യത കുറവാണ്. അഥവാ ഏറ്റാൽ തന്നെ പാമ്പ് വിഷത്തിനുള്ള അസിറ്റൈൽ കോളിൻ എന്ന റിസപ്റ്റർ കീരിയുടെ ശരീരത്തിലുള്ളതുകൊണ്ട് ചെറിയ തോതിൽ പ്രതിരോധശേഷി ഉണ്ടാകും. അതുകൊണ്ട് മാത്രം വിഷത്തെ അതിജീവിക്കാൻ സാധിക്കില്ല. പാമ്പിൻ വിഷം ഏൽക്കില്ല എന്നത് തെറ്റിദ്ധാരണയാണ്. വാസ്തവത്തിൽ ദ്രുതഗതിയിൽ പാമ്പിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിവുള്ളതുകൊണ്ടാണ് കീരികൾ പലപ്പോഴും പെട്ടുപോകുന്നത്. ഒരു മംഗൂസ് കഥ നോക്കാം. അവൻ വെറും മംഗൂസാണ് എന്ന് പൊതുവെ മലയാളത്തിൽ ഒരു ശൈലിയുണ്ട്. ഇത് മംഗൂസ് എന്നാൽ കീരിയാണെന്നാണ് പൊതുവെ നിഗമനം. എന്നാൽ മംഗൂസ് എന്നത് അർത്ഥമില്ലാത്ത ഒരു മലയാള വാക്ക് മാത്രമാണ്. മറാത്തി ഭാഷയിൽ മുൻഗൂസ് എന്നാണ് കീരിക്ക് പറയുന്നത്. അതിൽ നിന്നാണ് ഇംഗ്ലീഷ് ഭാഷയിലെ മംഗൂസ് എന്ന പദമുണ്ടായത് എന്നാണ് കരുതപ്പെടുന്നത്. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ
അവൻ വെറും മങ്കൂസാണ് എന്ന പ്രയോഗം ഉണ്ടായത്. ചില ശൈലീ കഥകളെ നോക്കാം. ചില ആളുകളെ പരിചയപ്പെടുത്തുമ്പോൾ ആളൊരു കീരിയാണ് എന്ന് പറഞ്ഞാൽ എന്തിനും പോകുന്ന കക്ഷിയാണ് എന്ന അർത്ഥമുണ്ട്. കൂടുതൽ മാരകമായ ആൾ പകരം വരുന്നു എന്ന അർത്ഥത്തിൽ കീരി പോയി ചെങ്കീരിയെ കൊണ്ടുവന്നു എന്ന പ്രയോഗം ചിലയിടങ്ങളിൽ ഉണ്ട്. നാട്ടുപുറങ്ങളിലെ പല കില്ലാടികളുടെയും ഇരട്ടപ്പേര് കീരി എന്നാണ് എന്ന് അത് ശ്രദ്ധേയമാണ്. കീരി കീരി കിണ്ണന്ത, കിണ്ണത്തിലിട്ട് കിലുക്കിത്ത, കല്ലും മുള്ളും നീക്കിത്ത, പാലം കടത്തിത്ത എന്ന കുട്ടിപ്പാട്ടിൽ കീരി ഒരു കൂട്ടുകാരനും സഹായിയുമായിട്ടാണ് അവതരിപ്പിക്കുന്നത്. വെസ്റ്റ് ഇൻഡീസിലെ കീരിക്കഥ നോക്കാം. എലികളെ നിയന്ത്രിക്കാനായി വെസ്റ്റ് ഇൻഡീസ് രാജ്യത്തിലേക്ക് പണ്ട് കുറേ കീരികളെ ഇറക്കുമതി ചെയ്തു. പക്ഷേ കീരികൾ അവിടെ എത്തിയപ്പോൾ അവിടെയുള്ള ചെറുജീവികളെ മുഴുവൻ കൊന്നു തീർത്ത് സ്വാഭാവിക ജൈവ വൈവിധ്യത്തെ താറുമാറാക്കി. അതിനാൽ ഏത് തരത്തിലുള്ള കീരികളെയും അമേരിക്ക, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് ഇറക്കുമതി ചെയ്യുന്നത് കർശനമായി നിരോധിച്ചിട്ടുണ്ട്. ഈ കഥകൾ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്നെ ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി. നല്ല നമസ്കാരം.